അപകടകരമായ വിധത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഞാനും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ സഹപ്രവർത്തകന്മാരോടും സ്നേഹപൂർവം പറയുന്നത്, ജാഗ്രവത്തായി നിൽക്കേണ്ടുന്ന, അവനവനിൽ തന്നെ ബോധ്യവും തിരിച്ചറിവുമുണ്ടാക്കി കരുതലോടുകൂടി നിൽക്കേണ്ടുന്ന ഒരപകടകരമായ അന്തരീക്ഷം മലയാളിക്ക് സുപരിചിതമല്ലാത്തവണ്ണം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ നാട് പ്രബുദ്ധമായ ഒരു നാടായിരുന്നു. ഈ നാട്ടിൻ്റെ ചരിത്രവും ഈ നാട്ടിൻ്റെ രീതികളുമൊക്കെ പറയുന്നത് ഈ പ്രബുദ്ധതയെ തന്നെയാണ്. കേരളത്തിൽ രണ്ട് മുന്നണികൾ മാറി മാറി ഭരിക്കുകയാണ് പതിവുണ്ടായിരുന്നത്. എന്തുകൊണ്ടായിരുന്നു ഈ രാഷ്ട്രീയ മാറ്റമെന്ന് ചോദിച്ചാൽ, രണ്ട് മുന്നണികൾക്കും ഇടയിലുള്ള നിഷ്പക്ഷരായ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വലിയ നിര കേരളത്തിലുണ്ടായിരുന്നു. UDF മാത്രമായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ 100ഓളം സീറ്റുകൾ കിട്ടിയിരുന്ന UDF പിന്നെയും തുടരണമായിരുന്നു. LDF മാത്രമാണ് കേരളത്തിൽ ഭൂരിപക്ഷമെങ്കിൽ LDFും നിരന്തരമായി കേരളം ഭരിക്കണമായിരുന്നു. രണ്ടു കൂട്ടർക്കും നിരന്തരമായി കേരളം ഭരിക്കാൻ കഴിയാതെ പോയത് പ്രബുദ്ധമായ ഒരു നിഷ്പക്ഷ രാഷ്ട്രീയം കേരളത്തിലുണ്ടായിരുന്നു. ഒരു ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്രമേൽ അപാകതകളൊന്നുമില്ലെങ്കിൽ പോലും അവരെ ഒന്ന് കറക്റ്റ് ചെയ്യണമെന്ന ഒരു ബോധ്യം ഈ നിഷ്പക്ഷ ജനസമൂഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഭരണകൂടങ്ങൾ മാറി മാറി വരുന്ന ഒരു രീതി കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയത്തിലെ നിഷ്പക്ഷരുടെ, നിരീക്ഷകരുടെ, സ്വതന്ത്രവും വ്യക്തവുമായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു കൂട്ടരുടെ അളവ് പതുക്കെ കുറഞ്ഞു വന്നു. പക്ഷപാതികളാവുകയോ കക്ഷി ചേരുകയോ ചെയ്യുന്നവരായി നിഷ്പക്ഷമതികളെന്ന് നാം പറഞ്ഞിരുന്ന രാജ്യത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രതിഭകളുടെ ആ തരത്തിൽപ്പെട്ടവരുടെ എണ്ണം സമീപകാലത്ത് വലുതായി കുറഞ്ഞു വന്നു. കേരളത്തിൽ സാമുദായിക ശാക്തീകരണം നടന്ന ഒരു നാടാണ് ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത വണ്ണം. എല്ലാ സമുദായങ്ങൾക്കും അഹംബോധമുള്ള ഒരു നാടാണിത്. അഹങ്കാരമല്ല, അഹംഭാവവുമല്ല, അഹംബോധമുണ്ട്. ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു ഈഴവനാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു നായരാണ്, ഞാനൊരു ദളിതനാണ് എന്ന് പറയുന്ന ഒരു അഹംബോധം അവനുണ്ടാക്കിയിട്ടുണ്ട്. അവൻ്റെ ഐഡന്റിറ്റിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാനൊരു മുസ്ലിം, ഞാനൊരു ക്രിസ്ത്യാനി, ഞാനൊരു ഹിന്ദു എന്ന ഐഡന്റിറ്റിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ അവൻ കക്ഷിയാണ്. രാജ്യത്തിൻ്റെ മുഖ്യധാര പ്രവർത്തനങ്ങളിലൊക്കെ അവൻ പങ്കാളിയാണ്. റോഡ് വന്നാൽ, പാലം വന്നാൽ, സ്കൂൾ വന്നാൽ അവിടങ്ങളിലൊക്കെ അവർ ഒരുമിച്ചാണ്. എന്നാൽ അവരൊക്കെയും വ്യതിരിക്തമായ വ്യക്തിത്വങ്ങളെ, ഐഡന്റിറ്റിയെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. കേരളത്തിലെ ഒരു സാമുദായിക ശാക്തീകരണത്തിൻ്റെ ഒരു കരുത്തെന്ന് പറയുന്നത് അതായിരുന്നു. നായർ സമൂഹം, പ്രബുദ്ധമായ നായർ സമൂഹം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബാംഗ്ലൂരിലെ നായർ, കേരളത്തിലെ നായർ സമൂഹത്തിന് സമാനമായ കർണാടകയിലെ സമുദായത്തിൻ്റെ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവരതിശയത്തോടുകൂടി കേരളത്തിലെ NSSന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. മന്നത്ത് പത്മനാഭന്റെ തീവ്രമായ പരിശ്രമങ്ങളുടെ ഫലമായി തന്നെ നായർ ഐഡന്റിറ്റി കേരളത്തിൽ അവയെ ഉയർത്തി വന്നു. എന്തെങ്കിലും അവർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ കെറുവിക്കുകയും ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്ന ശക്തിയായി നായർ സമൂഹം മാറി. ഈഴവന്മാർ അങ്ങനെയാണ്. SNDPയുടെ നേതൃത്വത്തിൽ സംഘടിക്കുന്ന ഈഴവ സമൂഹം ശ്രീനാരായണ ഗുരുദേവന്റെ മാതൃകയെ പിന്തുടർന്നുകൊണ്ട് സാമുദായികമായ അവരുടെ അവകാശങ്ങൾ മയമില്ലാതെ ചോദിക്കുകയും വിലപേശുകയും രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ചെയ്തുകൊണ്ട് വാങ്ങുന്നതും അവരുണ്ടായി. എല്ലാവരും, ദളിത് സമൂഹത്തെ മാറ്റി നിർത്തിയാൽ എല്ലാവരും, മുസ്ലിങ്ങൾ അങ്ങനെ തന്നെയാണ്.
CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെയുള്ള പ്രതിപാദനന്മാരുടെ രാഷ്ട്രീയം അങ്ങനെയാണ് പറഞ്ഞത്. തല്ലമുടി നാരിഴ വിട്ടുതരില്ല, എന്നാൽ തല്ലമുടി നാരിഴ വാങ്ങുകയുമില്ല അനാവശ്യമായി. ഞങ്ങൾ അതിരുകടക്കില്ല, അതിരിനകത്തോ എക്സ്ട്രീമാണ്. അങ്ങനെയാണ്. അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു ഭാഗത്ത്, ക്രൈസ്തവ സമൂഹം വേറെ ഒരു ഭാഗത്ത്. അല്ലലില്ല, പ്രശ്നങ്ങളില്ല, ഉള്ളതൊക്കെയും തുറന്നു പറയും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കേരളത്തിന്റെ ഒരു സാമൂഹികവും സാമുദായികവും രാഷ്ട്രീയവുമായ ഒരു പശ്ചാത്തലമുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ശാക്തീകരണമാണ് കേരളത്തിൽ സംഘ് പരിവാരത്തിന് കടന്നു വരാൻ ഇടമില്ലാതെ പോയത്. കേരളത്തിൽ RSS എന്തേ വേരുപിടിക്കാത്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ടത് ഈ സാമുദായിക ശാക്തീകരണത്തിന്റെ വഴിയാണ്. 925 പൂനെയിൽ RSS രൂപീകരിക്കുന്ന അതേ കാലത്ത്, അതേ സെക്കൻഡിൽ, അതേ മണിക്കൂറിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ട RSSന് സമാനമായി ഈ കേരളക്കരയിൽ RSS രൂപീകരിച്ചിട്ടുണ്ട്. എന്റെയൊക്കെ കൊച്ചുനാളിലെ കാഴ്ചയുണ്ട്. വൈകുന്നേരങ്ങളിൽ, സായം സദ്യകളിൽ കേരളത്തിന്റെ തെരുവുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ട്രൗസർ ഇട്ട് വടിയെടുത്ത് പ്രകടനം നടത്തുന്ന RSSകാരനെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പലയിടങ്ങളിലും. 925 മുതൽ കേരളത്തിൽ ശക്തി പ്രാപിച്ച RSS പക്ഷേ 60-കൾ, 70-കൾ, 80-കളൊക്കെ പിന്നിടുമ്പോഴേക്കും ശക്തി ക്ഷയിച്ചു പോവുകയാണ്. RSSന്റെ ആയിരക്കണക്കിന് ശാഖകൾ പിരിച്ചുവിട്ടു എന്ന് അവരുടെ ചിന്തൻ ബൈഠക് എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ചേർന്ന അവരുടെ സമിതിയിൽ തന്നെ അവർ പറഞ്ഞു. RSS കേരളത്തിൽ ക്ലച്ചു പിടിച്ചു വന്നില്ല. ആരാണ് RSSനെ തോൽപ്പിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആരും അവകാശപ്പെടേണ്ട കാര്യമില്ല. അത് ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾ ചെയ്തതാണ്. അതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല. ഒരു വീരവാദം പറയുന്ന ഒരു പുഴുവിനും അതിൽ പങ്കില്ല. ഈ രാജ്യത്ത് RSSന്റെ വേരറുത്തത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്. നായന്മാര് പറഞ്ഞു, ഞങ്ങളുടെ കാര്യം ചോദിക്കും, ഞങ്ങൾക്കറിയാം ചോദിക്കാൻ, ഞങ്ങൾക്കറിയാം വാങ്ങാൻ. ഈഴവന്മാര് പറഞ്ഞു, എല്ലാവരും അവർ ശാക്തീകരിക്കപ്പെട്ടവരാണ്. അവരുടെ പിറകിൽ ഈ രാജ്യത്തിലെ ജനസമൂഹമുണ്ട്, രാഷ്ട്രീയവും മതവും മറന്ന ജനങ്ങളുണ്ട്. പിന്നെ എന്തിനാണ് RSSന്റെ സ്കോപ്പ്? RSS കേരളക്കരയിൽ ക്ലച്ചു പിടിക്കാതെ പോയതിന്റെ ഏറ്റവും ശക്തമായ കാരണം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ ബോധ്യവും തിരിച്ചറിവും രാഷ്ട്രീയമായ ശാക്തീകരണവുമാണ്. RSSന് ക്ലച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല കേരളക്കരയിൽ. അങ്ങനെ കേരളക്കരയിൽ RSSന് ശക്തി പിടിക്കാൻ കഴിയാതെ പോയപ്പോൾ അവരെത്തിച്ചേർന്ന ചില നിരീക്ഷണങ്ങളും നിരൂപണങ്ങളുമുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സംഘ് പരിവാരത്തിന്റെ ടൂളാണ് BJP എന്ന് പറയുന്നത്. സംഘ് പരിവാരത്തിന്റെ പരിച്ഛേദം എന്ന് പറയാം, എന്നാൽ ആത്യന്തികമായി സംഘപരിവാരം അതിന്റെയും മുകളിലാണ്. BJP സംഘപരിവാരത്തിന്റെ ടൂളാണ്. എന്തു ചെയ്യണമെന്ന് മാർക്കറ്റിൽ പരീക്ഷണം നടത്തുന്ന ഉപകരണം മാത്രം. അതിനപ്പുറം BJPക്ക് സംഘപരിവാരം ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല. രാഷ്ട്രീയ രംഗത്തേക്ക് അവരെ ഇറക്കി വിടുന്നു. ബുദ്ധികേന്ദ്രങ്ങൾ മുഴുവൻ RSS ആണ്, സംഘപരിവാരമാണ്. BJP അവരുടെ ടൂളായി മാത്രം നിർത്തിയതാണ്. എന്നാൽ കേരളത്തിൽ BJP ക്ലച്ചു പിടിച്ചില്ല. കേരളത്തിൽ RSS ഗതി പിടിച്ചില്ല. നിരന്തരമായ RSSന്റെ ചർച്ചകളുടെയും നിരീക്ഷണങ്ങളുടെയും ഫലമാണ് അവർ BJPയെ കൈവിടുന്നത്. നിങ്ങൾ പരിശോധിച്ചു നോക്ക്. യഥാർത്ഥത്തിൽ RSS കേരളത്തിലെ BJPയെ കൈവിട്ടിട്ടുണ്ട്. അവർക്കറിയാം ഇതൊരു കോമാളിത്തരമാണ്, ഒരു തമാശയാണ് കേരളത്തിലെ BJP എന്ന് പറയുന്നത്. അവർ ഒട്ടും സീരിയസ് ആയി അവരെ എടുത്തിട്ടില്ല. എന്നാൽ വളരെ ആസൂത്രിതമായി സംഘ് പരിവാര പ്രവൃത്തികൾ കാത്തിരുന്ന് അവർ കണ്ടെത്തിയ അവരുടെ കേരളത്തിലെ പൊളിറ്റിക്കൽ രൂപമാണ് CPM എന്ന് പറയുന്ന ഈ ഭീകര സംഘടന. RSSന് കേരളത്തിൽ BJP ആവശ്യമില്ല, CPM ഉള്ളിടത്തോളം. എന്താണോ RSS രാഷ്ട്രീയമായി കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കാൻ BJPക്കാവില്ല, അവർക്കറിയാം. എന്നാൽ അത് കൃത്യമായി CPMനെ വെച്ച് നടപ്പിലാക്കുന്നു സംഘ് പരിവാരം. ചെറിയ കാര്യമല്ല, വളരെ കൃത്യമായി ആസൂത്രിതമായി അതങ്ങനെ തന്നെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. BJP ഒരു തമാശയാണ്. ഓർത്തു നോക്ക് നിങ്ങൾ. നമുക്കൊക്കെ ഓർമ്മ വെച്ച കാലത്താണ് ഇവിടെ BJPക്കാര് സാധുക്കള് പ്രകടനവും പരിപാടിയും നടത്തി നടക്കലാണ്.
കുറെ എണ്ണ അടികൊള്ളും. ഇപ്പോഴടുത്തല്ലേ കേന്ദ്രത്തിൽ ഭരണമൊക്കെ വരാൻ തുടങ്ങിയത്. അതുവരെ ഒരു പ്രതീക്ഷയില്ല. ഞാൻ വിചാരിക്കാറുണ്ട്, ഇവരെന്തിനാണ് ഈ നടക്കുന്നത്? അങ്ങനെ അടിയും തല്ലും ഒക്കെ കൊണ്ട് നടക്കുന്ന സാധുക്കൾ ഇങ്ങനെ അവസാനം ഒരു ഭരണം വന്നു നോക്കുമ്പോ അത് അബ്ദുള്ള കുട്ടി കൊണ്ടുപോയി. പിന്നെ ഒരു ഭരണം കിട്ടി നോക്കുമ്പോ അത് PC ജോർജും കൊണ്ടുപോയി. ഈ സാധുക്കൾ ഇപ്പോഴും അവരെ വേക്കിൽ കിടക്കുന്നുണ്ട്. ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി സകലമാന പാർട്ടിയിലും പോയി തന്റെ കഴിവ് തെളിയിച്ച് മിടുക്കനായ കാലുമാറ്റക്കാരൻ നേരെ കയറി BJPയുടെ ആൾ ഇന്ത്യ ഉപാധ്യക്ഷൻ അല്ലേ. ഇപ്പൊ പോരാത്തതിന് ആ അന്തംഗാമിയായ PC ജോർജും വന്നിരിക്കുന്നു. ഇവർക്ക് ആർക്കാ റോളുള്ളത്? ഇവർക്ക് ആർക്കാ എന്തെങ്കിലും കിട്ടുന്നത്? BJP ഒരു തമാശയാണ് കേരളത്തിൽ. അതൊരു സീരിയസ് മൂവ് അല്ല. ഗ്രൂപ്പുകൾ കളിച്ച് പരസ്പരം വോട്ട് പണം കൊടുത്ത് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന. RSSന് അറിയാം ഇവനെ കൊണ്ട് കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാനാവില്ല. എന്നാൽ RSSന്റെ ഇന്റലക്ച്വൽ ഐഡിയകൾ, അവരുടെ ബുദ്ധിപരമായ കാഴ്ചപ്പാടുകൾ വളരെ കൃത്യമായി നടപ്പിൽ വരുത്താൻ ലാവ്ലിൻ കേസ് അടക്കമുള്ള കേസുകളെ എണ്ണിയെടുത്ത് ഗൺ പോയിന്റിൽ CPM-നെ നിർത്തി കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPM-നെ കൊണ്ട് വളരെ കൃത്യമായി RSS അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ CPM BJPയുടെ RSSന്റെ സെക്കൻഡ് ടീമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർത്തു നോക്ക്, ആലോചിച്ചു നോക്ക്. ഇന്ത്യ മഹാരാജ്യത്ത് നിരവധി സ്റ്റേറ്റുകളിൽ നിരവധി മനുഷ്യത്വരഹിതമായ കലാപങ്ങൾ നടക്കുന്നുണ്ട്. സമീപകാലത്ത് CPM-ന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും, കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം പോലും ഇന്ത്യ മുഴുക്കെ നടക്കുന്ന കലാപങ്ങളിൽ വന്നിട്ടില്ല. പറയാനുള്ള ത്രാണിയില്ല, പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. അവിടെയും നിൽക്കുന്നില്ല. നിങ്ങൾ അറിയുമോ എന്താണ് ഗുജറാത്തിന്റെ വികസനം എന്ന് പറയുന്നത്? ഗുജറാത്തിന്റെ വികസനത്തെ കുറിച്ച് ഞാൻ ഈ അടുത്ത് എന്താണ് കല്ലിക്കണ്ടിയിലോ വന്ന് കടവത്തൂർ വന്ന് പ്രസംഗിച്ചിരുന്നു ഒരു 5-8 വർഷം മുമ്പ്. അന്ന് ഞാൻ പറഞ്ഞു, മോദിയുടെ ഗുജറാത്ത് വികസനം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്ന വികസന വിപ്ലവമാണ്. വംശഹത്യയുടെ പിറകിൽ കോർപ്പറേറ്റുകളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മതത്തെ ഉപയോഗിക്കുകയാണ് മോഡി. സീതാറാം യെച്ചൂരിയും പറയുന്നതാണിപ്പോ. അന്ന് എന്നെ പരിഹസിച്ചവരുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, കോർപ്പറേറ്റുകളെ മതത്തിന്റെ പേരിൽ വളർത്തിയവനാണ് മോഡിയെങ്കിൽ അതേ കോർപ്പറേറ്റുകളെ കമ്മ്യൂണിസത്തിന്റെ പേരിൽ മറവിൽ വളർത്തുന്നവനാണ് കേരളത്തിലെ ചെറിയ മോഡി എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രി. ഒരേപോലെ വ്യത്യാസമില്ലാതെ. ഗുജറാത്തിന്റെ വികസനം എന്താണ്? മനുഷ്യരെ പച്ചക്ക് കൊന്ന് അവരെ പച്ചക്ക് കരിച്ചു കളഞ്ഞ് അവിടുത്തെ കോർപ്പറേറ്റുകളെയും പുതിയ കോർപ്പറേറ്റുകളെയും ഉണ്ടാക്കിയെടുക്കാൻ മോദി കാണിച്ച മനുഷ്യത്വരഹിതമായ അക്രമമാണ്. ഞാൻ കേരളത്തിലെ CPM-നോട് ചോദിക്കട്ടെ, അതിലെന്താണ് മാതൃകയുള്ളത്? അതിലെന്താണ് മഹോന്നതമായ കാര്യമുള്ളത്? ഗുജറാത്ത് ഒരു വലിയ സ്റ്റേറ്റ് ആണ്, കൂടുതൽ വിഭവങ്ങളുള്ള സ്റ്റേറ്റ് ആണ്. അവിടെ അദാനിയുടെ മുമ്പിലാണ്, ഒരു കോർപ്പറേറ്റായ അദാനിയുടെ മുമ്പിലാണ് എല്ലാം എഴുതി വെച്ചു കൊടുക്കുന്നത് മോദിയെങ്കിൽ ഊരാലുങ്കലിന് എല്ലാം തീരെഴുതി കൊടുത്ത് ഇവിടുത്തെ റോഡുകളും പാലങ്ങളും എഴുതി കൊടുത്ത് നമ്ര ശിരസ്കരായി നിൽക്കുന്നത് കേരളത്തിലെ ജൂനിയർ മോഡിയാണ്. എന്ത് വ്യത്യാസമാണ് മോഡിയിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തുമ്പോൾ? എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ പറയുക. ഏത് തരത്തിലുള്ള വ്യത്യാസം മാത്രമാണ്? വികസനത്തിൽ മാത്രമല്ല നിങ്ങൾ മോഡിയെ മാതൃകയാക്കാൻ പോകുന്നത്, സംവരണത്തിലും ഇന്ത്യയുടെ ഭരണഘടന അരുതെന്നു പറഞ്ഞ സവർണ സംവരണം നിങ്ങൾ ഈ കേരളക്കരയിൽ കൊണ്ടുവന്നില്ലേ? സംവരണം മുഴുവൻ അട്ടിമറിച്ചില്ലേ? എവിടെയാണ് സംവരണം നിങ്ങൾ പാലിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, വഖഫ് ബോർഡിൽ PSC വഖഫിന് വിട്ടുകൊടുത്ത് മുഴുവൻ ആളുകളെയും വിഡ്ഢികളാക്കി എന്തൊക്കെ വാഗ്ദാനങ്ങൾ നിങ്ങൾ മുസ്ലിം സംഘടനകൾക്ക് കൊടുത്തു? ശരിയാക്കി തരാം, നന്നാക്കി തരാം, നോക്കിത്തരാം. ഇപ്പോഴോ മറ്റൊരു മതസ്ഥനെ നിങ്ങൾ വഖഫ് ബോർഡിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. എന്തൊരു അസംബന്ധമാണിത്! എന്തൊരു ധിക്കം! 6 വർഷം PSCയെ നോക്കുകുത്തിയാക്കി. കേരളത്തിലെ സകല സ്ഥലങ്ങളിലും ചെറുപ്പക്കാരെ തിരികെ കയറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2 സമുദായത്തെ നിങ്ങൾ പരസ്യമായി അപമാനിച്ചു. ഒന്ന് മുസ്ലിങ്ങളെ, മറ്റൊന്ന് ദളിതുകളെ. ആ മുസ്ലിങ്ങളെയും ദളിതുകളെയും നിങ്ങൾ ഈ നിയമനത്തിന്റെ ഏഴകലത്ത് പോലും അടുപ്പിച്ചില്ല. ഗുജറാത്തിൽ വംശഹത്യ നടത്തി മോദി. കേരളത്തിൽ അതിന്റെ സാധ്യത കുറവായിരുന്നു. എന്നാൽ ഇവിടുത്തെ മോദി ചെയ്തത്
ഇവിടെ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ഉണ്ടാക്കി. ആലോചിച്ച് നോക്കണം നിങ്ങൾ, വെറുതെയാണോ ഇത്? നക്സലൈറ്റുകളെ കൊന്നത് ഏത് ഗവൺമെന്റ് ആണ്? 8 പേരെ വയനാട്ടിൽ ആ ജലീലിനെ കൊല്ലുമ്പോ ആ ഹോട്ടലിലെ തൊഴിലാളികൾ സ്വകാര്യമായി പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട്. ആ മനുഷ്യന്റെ കാൽമുട്ടിന് വേദനയാണ്. കമ്മ്യൂണിസവും മാർക്സിസവും തലക്ക് പിടിച്ച് അവർക്ക് ലെവൽ നഷ്ടപ്പെട്ടു പോയവരാണ് ഈ നക്സലൈറ്റുകൾ എന്ന് പറയുന്നത്. ഉള്ളിൽ അവർക്ക് ശുദ്ധിയുണ്ട്. ഇവരെ പോലെ കള്ളന്മാരും കപടന്മാരുമല്ല. അതുകൊണ്ട് അവരുടെ പ്രത്യേക ശാസ്ത്രത്തിന് തെറ്റായ വഴിയിലാണെങ്കിലും അങ്ങനെ പോകുന്നവരാണ്. ജലീലിനോട് പറഞ്ഞു നടക്കാൻ, പൊയ്ക്കോന്ന് പറഞ്ഞു. പോകുന്ന വഴിയിൽ പിറകിൽ വെടിവെച്ചാണ് ആ ചെറുപ്പക്കാരനെ കൊന്നത്. നിങ്ങൾ കൊന്നു തള്ളിയ 8 നക്സലൈറ്റുകളും അവരുടെ നെറ്റിയിൽ വെടികൊണ്ടല്ല, നെഞ്ചിൽ വെടികൊണ്ടല്ല, പിറകിൽ വെടികൊണ്ടാണ് മരിച്ചത്. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ, മാർക്സിസ്റ്റുകൾക്കെതിരെ ഈ പറയുന്ന അഭിനവ മോഡി ഇവിടെ നടത്തിയില്ലേ? ആരെയൊക്കെ? അലനും താഹയും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കണ്ണൂരിൽ MLA ആയിരിക്കുമ്പോ പി ജയരാജന്റെ ഒരു സെമിനാർ, വ്യക്തിപരമായി ജയരാജൻ എന്നെ വിളിക്കുകയാണ്. എന്നോട് പറഞ്ഞു, ഷാജി, ഞാൻ നേരിട്ട് വിളിക്കുന്നത്, അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പലതുമുണ്ട്, പക്ഷെ UAPA ഒരു ഫാഷിസ്റ്റ് ടൂളാണ്, RSSന്റെയും BJPയുടെയും ടൂളാണ്, നമുക്കെതിരായി സംസാരിക്കേണ്ടതുണ്ട്, താങ്കൾക്ക് വരാൻ പറ്റുമോ? അന്ന് കണ്ണൂർ ജില്ലാ CPM നേരിട്ട് നടത്തിയ സെമിനാറിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി ഞാൻ സമ്മതിച്ചു. നിങ്ങളുടെ കാഴ്ചപ്പാട് അതായിരുന്നു. അലനും താഹയെയും നിങ്ങൾ UAPAയിൽ കുടുക്കിയപ്പോ ഹൈക്കോടതി പറഞ്ഞു പറ്റില്ല. എന്റെ സ്നേഹമുള്ളവരെ, സുപ്രീം കോടതിയിൽ റിട്ട് കൊടുത്തു നിങ്ങൾ UAPA വീണ്ടും ചുമത്തി ആ ചെറുപ്പക്കാർക്കെതിരെ. ആരാ ഇത് ചെയ്തത്? നിങ്ങൾ പറയണം. ഉത്തർപ്രദേശിൽ മോദിയല്ല, കേരളത്തിലെ അഭിനവ മോദിയാണ് അത് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ രീതി എന്താണ്? നോർത്ത് ഇന്ത്യയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ്? മൻസൂർ കൊല്ലപ്പെട്ട നാടല്ലേ ഇത്? ഞാൻ പറഞ്ഞു, മൻസൂർ ഒരു പ്രതീകാത്മകമാണ്, മൻസൂർ ഒരു സൂചകമാണ്. മൻസൂർ തനിച്ചല്ല, മൻസൂറിനെ പോലെ പലരെയും കൊന്നിട്ടുണ്ട് നിങ്ങൾ. ആ കൊലപാതകത്തിന്റെ രീതി ഒന്ന് പരിശോധിക്കുക. ഇവിടെ മൻസൂർ കൊല്ലപ്പെട്ടു. മൻസൂർ കൊല്ലപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ എന്തിനാണ് രജീഷ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന കൊലപാതകം നടന്നത്? എന്തിനാണ് അവനെ കൊന്നത്? അവന്റെ അമ്മയെ നിങ്ങൾ എന്തിനാണ് ബാംഗ്ലൂരിലേക്ക് മാറ്റിയത്? എന്തിനാണ് നിങ്ങൾ കൊല്ലുന്നത്? മൻസൂറിനെ അല്ല. ഞാൻ സഖാക്കളോട് പറയുന്നു, ഞാൻ ഈ പറയുന്നത് ലീഗിന്റെ കൊടി കെട്ടിയവർ നിൽക്കുന്ന ഈ വേദിയിൽ മാത്രമല്ലല്ലോ കേൾക്കുക, ലോകം കേൾക്കില്ലേ? ഇന്നത്തെ സോഷ്യൽ മീഡിയ അങ്ങനെയല്ലേ? ഞാൻ സഖാക്കളോട് ചോദിക്കുന്നു, കൊല്ലപ്പെടുന്നത് ഒരു മൻസൂറാണ്, എന്നാൽ പിറകിൽ കൊല്ലപ്പെടുന്നത് നിങ്ങൾ സഖാക്കളാണ്. ഒരുപാട് പേർ അറിയുമോ നിങ്ങൾക്ക്? തലശ്ശേരിയിലെ ഫസൽ കൊല്ലപ്പെട്ടല്ലോ. ഫസൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഉണ്ടായത് 3 കൊലപാതകമാണ്. 3 പേർ കൊല്ലപ്പെട്ടു. ആരാ 3 പേരെന്നറിയുമോ? ഫസലിന്റെ കൊലപാതകത്തിൽ നേരിട്ടുമല്ലാതെയും കക്ഷികളായ നല്ല സഖാക്കൾ. പലതരത്തിലാ 3 പേർ. റെയിൽവേ ട്രാക്കിൽ ഭക്ഷ്യവിഷബാധ, പോകുന്ന വഴിയിൽ കത്തിക്കുത്തേറ്റ് 3 പേര് മരിച്ചു. ഞാനതിലെ ഡിവൈഎസ്പിയുടെ അന്വേഷണം നടത്തിയ ഡിവൈഎസ്പിയുടെ മൊഴി എനിക്ക് ഓർമ്മയുണ്ട്. അത് ചെയ്തത് CPM ആണ്. രാജേഷിനെ കൊന്നത് നിങ്ങളാണ്. ആർക്കാ സംശയം? നിങ്ങളാണ്. അറിയപ്പെടുന്ന കൊലപാതകങ്ങൾ കേരളത്തിൽ CPM പലതും നടത്തിയിട്ടുണ്ട്. മൻസൂറിനെ പോലെ, അസ്ലമിനെ പോലെ, ഷുക്കൂറിനെ പോലെ, TPയെ പോലെ. ഓരോ ദിവസവും നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പലരും മരിക്കുന്നത് അറിയപ്പെടാതെയാണ്. നിങ്ങൾ കൊന്നു തള്ളുന്നതാണ്. അല്ലാതെ നിങ്ങൾ പറയുമോ ഇതുപോലെ ഒരു സംഘടന ലോകത്തുണ്ടാകുമോ? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഉണ്ടാകുമോ? BJP അല്ലാതെ, RSS അല്ലാതെ പറയുമോ നിങ്ങൾ? ഇതുപോലെ ഇത്ര ഭീകരമായി നിൽക്കുന്ന ഏത് സംഘടനയുണ്ട്? എവിടെയുണ്ട്? നിങ്ങൾ തന്നെ. ഇപ്പോ ആകാശ് തില്ലങ്കേരി. ആരാ ആകാശ് തില്ലങ്കേരി? മൻസൂറിന്റെ കൊലപാതക കേസിലെ പ്രതിയാണ്. ആകാശ് തില്ലങ്കേരിയുടെ കല്യാണം കണ്ടോ നിങ്ങൾ? ഷുഹൈബിന്റെ കൊലപാതകത്തിൽ എന്തൊരു ഗംഭീരമായ കല്യാണം. വധുവായി വന്നതൊരു ഹോമിയോ ഡോക്ടറാണ്. വന്ന VIP-കൾ കല്യാണ മണ്ഡപമൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങാൻ, കോടികൾ ചെലവാണ്. വലിയ വെടിക്കെട്ട് പോലും നടന്നു അവന്റെ കല്യാണത്തിന്. ആകാശ് തില്ലങ്കേരിയുടെ സഖാക്കൾ ഇപ്പോഴെന്താ പറയുന്നത്? ആരാ ആകാശ് തില്ലങ്കേരി? നിങ്ങളുടെ കൂലിത്തല്ലുകാരനും കൂലി വെട്ടുകാരനുമല്ലേ ആകാശ് തില്ലങ്കേരി? ഇപ്പൊ എന്താ DYFIയും ആകാശ് തില്ലങ്കേരിയും തമ്മിൽ നടക്കുന്ന സമരം?
അവൻ സ്വർണ്ണക്കടത്തുകാരനാണ്, കൂട്ടിക്കൊടുപ്പുകാരനാണ്. ആകാശ് തില്ലങ്കേരി അവസാനം പറഞ്ഞു, ശരി, എന്റെ കൂട്ടിക്കൊടുപ്പിന്റെയും എന്റെ സ്വർണ്ണക്കടത്തിന്റെയും കഥ ഞാൻ അങ്ങ് പറയാൻ തീരുമാനിച്ചാൽ അവിടെ നിൽക്കും. അവിടെ നിന്നു ഡിവൈഎഫ്ഐ. പിന്നെ അവിടെ നിന്ന് നിങ്ങൾ അങ്ങോട്ട് അനങ്ങേറ്റില്ല, അവിടുന്ന് പോയിട്ടില്ല. അർജുൻ ആയങ്കി അഴീക്കോട് മണ്ഡലത്തിൽ ഇത്തവണ എന്നെ തോൽപ്പിക്കാൻ വീട് വീടാന്തരം പി ജയരാജന്റെ ഇടത്തും വലത്തും നിന്ന് കയറിയിറങ്ങിയവൻ. അവന്റെ ഗുണ്ടായുധം, അവന്റെ ഭീഷണിപ്പെടുത്തൽ, അവന്റെ പ്രശ്നങ്ങൾ ബാബുശ്ശേരിയിലും അഴീക്കോടിലും ഒക്കെ നമ്മൾ കയറി ചെല്ലുന്ന മേഖലകളുടെ മുഴുവൻ ഈ ഗുണ്ടകളെ വെച്ച്, ഈ പറയുന്ന എന്താണ് ഈ അർജുൻ ആയങ്കി അടക്കമുള്ളവരുടെ പട വെച്ചാ നിങ്ങൾ തടുത്തത്. ആ അർജുൻ ആയങ്കി ആരാന്നറിയാലോ നിങ്ങൾക്ക്? സിനിമയിലൊന്നും കാണാൻ പറ്റൂല. കണ്ണൂരിലെ കോഴിക്കോട് എയർപോർട്ടില് ആഷിഖ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കടത്തുകാരൻ, അയാൾ സ്വർണം കൊണ്ടുവരികയാണ്. ഷെഫീഖ് എന്ന് പറയുന്ന സ്വർണ്ണക്കടത്തുകാരൻ സ്വർണം കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നാൽ അത് കൈമാറേണ്ടത് എന്താണ്? ഇവന്റെ ആകാശ് തില്ലങ്കേരിയുടെ ആൾക്കാണ്. പക്ഷേ അകത്തു വെച്ച് ഷെഫീഖ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോ പുറത്തു വന്ന ആകാശ് ധൃതിയില് അവിടെ നിന്ന് വണ്ടി എടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്നു. അപ്പൊ ഈ കള്ള ഏർപ്പാടുകളിലൊക്കെ കുറെ ആളുകൾ കൂടെ ഉണ്ടാവുമല്ലോ. അതിനിടയിൽ നിന്ന് പ്രശ്നം വഷളാവുന്നു. ഉടനെ തന്നെ ആകാശിനെയും ഷെഫീഖിനെയും വേട്ടയാടാൻ വന്ന കുറച്ചുപേർ ആകാശിന്റെ പിറകെ വെച്ചു പിടിപ്പിക്കുന്നു. രാമനാട്ടുകരയോട് അടുക്കുന്ന സ്ഥലത്ത് വെച്ച് ആക്സിഡന്റ് ആവുന്നു. ഒരു ആക്സിഡന്റില് 5 പേര് മരിക്കുന്നു. പിടിവിട്ടുപോയി അവരുടെ കയ്യിൽ നിന്ന്. അന്വേഷണം വ്യാപിച്ചു. അന്വേഷണം വ്യാപിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മളുടെ ഇരട്ടച്ചങ്കര ഭരണത്തിലുള്ള അന്വേഷണമാണ്. അതുകൊണ്ട് എന്നാലും ദ്രുതഗതിയിലുള്ള അന്വേഷണത്തിൽ കാര്യങ്ങൾ മനസ്സിലായി. എവിടെ പോയി കണക്ട് ചെയ്താലും കോപ്പറേറ്റീവ് ബാങ്കിലെ ഡ്രൈവർ, കോപ്പറേറ്റീവ് ബാങ്കിലെ വണ്ടി, CPM-ന്റെ ആള്, CPM-ന്റെ പാർട്ടി സെക്രട്ടറി, അന്വേഷണം അവിടെ നിന്നു. എല്ലാം നിങ്ങൾ സിനിമയിൽ കാണുമ്പോൾ ഇങ്ങനെ ഒരു സീൻ, സ്വർണം കടത്താൻ വരിക, എന്നിട്ട് കസ്റ്റംസ് പിടിക്കുക, പുറത്തുനിന്ന് ഇത് കൊണ്ടുപോകാൻ വന്നവർ തമ്മിൽ സമരമുണ്ടാവുക, അതിൽ 5 പേർ കൊല്ലപ്പെടുക. ആ ആകാശ് തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? ഇനി ഞാൻ ചോദിക്കട്ടെ, കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ആസൂത്രകൻ എന്ന് പറയുന്ന പി ജയരാജൻ, ഷുക്കൂർ കൊലക്കേസിൽ ഞങ്ങൾ ഇപ്പോഴും ഒരു നിഴല് പോലെ രാജേഷിന്റെയും പി ജയരാജന്റെയും പിറകിലുണ്ട്. CBI-യുടെ കുറ്റകൃത്യത്തിൽ അവരെ വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ മൻസൂറിന്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മൻസൂർ മാത്രമല്ല, ഞങ്ങളുടെ ദേഹത്ത് തൊട്ടവരെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടല്ലാതെ വിശ്രമിക്കില്ല ഞങ്ങൾ. ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട. ആ പൊന്നുമോൻ ഷുക്കൂറിനെ അറുത്തു മുറിച്ചവരില്ലേ, അവൻ ഏത് കൊമ്പത്തെ സുൽത്താനായാലും നിയമത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരും. ഇപ്പോഴും കേസിന്റെ പിറകിൽ ഞങ്ങളുണ്ട്. നിങ്ങൾ വഴുതി മാറി കളിക്കുകയാണ്. കേരളം ഭരിക്കുന്ന ഒരു ഗുണ്ടാ പോക്രിയുടെ ബലത്തിൽ നിങ്ങൾ നിൽക്കുകയാണ്. നേരിന്റെ പേരിലല്ല നിൽക്കുന്നത്. അതിനൊക്കെ പരിധിയുണ്ട്. നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ലോകമൊന്നും അവസാനിക്കില്ല. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നു, ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ്. അടിയന്തരാവസ്ഥയുടെ അതിശക്തമായ ചൂടുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ അടിച്ചമർത്തിയ ഏറ്റവും ധീരയായ വനിതയായിരുന്നു ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയെ അട്ടിമറിച്ചത് നിരക്ഷരരെന്ന് വിളിച്ചിരുന്ന കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളാണ്. അറിയാമോ നിങ്ങൾ? ഒരു ഡിക്റ്റേറ്റർ രീതിയെയും ഇന്ത്യ പാടിക്കില്ല. അത് മോദിയായാലും ഈ കേരളത്തിലെ പിണറായി വിജയനായാലും നിങ്ങൾക്കൊരു അന്ത്യമുണ്ടെന്നോർത്ത അന്ന് അവന്റെ ചെരുപ്പ് നക്കാൻ നടക്കുന്നവരോട് കൃത്യമായി നിയമത്തിന്റെ മുമ്പിൽ വന്ന് മറുപടി പറയേണ്ടി വരും. ഒരു കാക്കിയുടെ ബലവും നിങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ സ്നേഹത്തോടെ പറയുന്നു, ഞങ്ങൾ കത്തിയെടുക്കാൻ പ്രേരിപ്പിക്കില്ല, ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ പ്രേരിപ്പിക്കില്ല. അത് ഞങ്ങളുടെ രീതിയുമല്ല. 48 മുതൽ സുതാര്യമായി ഞങ്ങൾ ഇവിടെയുണ്ട്, തെരുവിലുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഓഫീസുകൾ നിങ്ങൾക്ക് കാണാം, ഞങ്ങളുടെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. ഒരു ഇരുട്ടിന്റെ മറവിലും സ്വകാര്യമായി ഞങ്ങൾ സംസാരിക്കില്ല. ഞങ്ങൾ നിയമത്തിന്റെ വഴിയിൽ തന്നെ മുന്നോട്ട് പോകും. പക്ഷെ ഓർക്കേണ്ടത്, ഇതിനൊക്കെ ചൂട്ട് പിടിച്ചു കൊടുക്കുന്നവരാണ്. അതാ ഞാൻ പറയണത്, ഈ അപകടകരമായ കൂട്ടുകെട്ട് കേരളത്തില് നിങ്ങൾ ഓർത്തു നോക്കുക. എന്ത് അവിശുദ്ധമായ കൂട്ടുകെട്ടാണ്. അണികളെങ്ങനെ തെരുവിൽ പറഞ്ഞു വിടുക, അക്രമങ്ങൾ നടത്തുക, ഇരുട്ടിന്റെ മറവിൽ പോയി കൈ കൊടുത്തു ചേർത്ത് നിർത്തുക. കേരളത്തിലെ ഗവർണറില്ലേ, ഇവിടെ ഒരു ഗവർണർ ഉണ്ടല്ലോ, ഒരു സാധാ ഗവർണറാണോ അയാൾ? കേരളത്തിലെ മൈന്യൂട്ട് പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ പോലും, നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ പോലും അഭിപ്രായം പറയുന്ന
ഒരു തറ രാഷ്ട്രീയക്കാരന്റെ നിലവാരം പോലും ഇല്ലാത്ത ഒരു ഗവർണർ പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷെ ആ വ്യക്തിയെ അശേഷം ബഹുമാനിക്കാൻ ഞങ്ങൾക്കാവില്ല. തമിഴ്നാട്ടിലും ഒരു ഗവർണറുണ്ട്. സ്റ്റാലിനാണ് അവിടെ ഭരിക്കുന്നത്. അങ്ങ് പശ്ചിമ ബംഗാളിലും ഒരു ഗവർണറുണ്ട്. മമതയാണ് അവിടെ ഭരിക്കുന്നത്. അവരാരും അണികളെ അർദ്ധരാത്രിയിൽ ഒട്ടുകൊടുക്കില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങളെയൊക്കെ പീഡിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വിശദീകരിച്ച് പറയണില്ല എൻ്റെ കാര്യമായതുകൊണ്ട്. എന്നാലും 10 കൊല്ലം കണ്ണൂരിലെ ഒരു ജനപ്രതിനിധിയായി നിന്നതിൻ്റെ പേരിൽ, അഴീക്കോട് ജയിച്ചതിൻ്റെ പേരിൽ നിരന്തരമായി നിങ്ങൾ വേട്ടയാടിയിട്ടുണ്ട്. നേരുകൾ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ നിങ്ങൾ ഇനിയും വേട്ടയാടി എന്ന് വരും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ എത്ര വേട്ടയാടിയാലും നിങ്ങൾക്കെതിരെ പറയേണ്ട ഒരു കാര്യത്തിനും കട്ടി കുറച്ച് മയപ്പെടുത്തി വാക്കുകൾ കുറച്ച് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഇരുട്ടിന്റെ മറവിൽ രാഷ്ട്രീയ ശത്രുവിനെ, അണികളെ തെരുവിൽ തല്ലാൻ വിട്ടിട്ട് കൈ കൊടുക്കാൻ ഞങ്ങൾ പോകുമെന്നും നിങ്ങൾ വിചാരിക്കരുത്. അന്ന് അവസാനിക്കും ഈ സത്യസന്ധതയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നേരായി സത്യസന്ധമായി ഈ നാട്ടിൽ നിൽക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ്. ഇരുട്ടിന്റെ മറവിൽ ആളുകളെ ഒറ്റുകൊടുക്കരുത്. ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെയാണ്. മൻസൂറിന്റെ കൊലപാതകം മാത്രമല്ല, നിരവധി കൊലപാതകങ്ങളിൽ ആളുകളെ തെരുവിലിറക്കുക, എന്നിട്ട് അവരെ കലാപത്തിന് വിടുക, സഖാക്കളടക്കം തെരുവിലിറങ്ങി കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ടോ മുകളിൽ ചെന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഇരുട്ടിന്റെ പറകിൽ കൈകൊടുത്ത് എല്ലാം അങ്ങ് സുല്ലാക്കുക. ഞാൻ ഡിവൈഎഫ്ഐക്കാരോട് ചോദിക്കട്ടെ, ഒരു യുവജന പ്രസ്ഥാനമല്ലടോ നിങ്ങൾ? 6 കൊല്ലയില്ലേ? ഒന്ന് കൊരക്കാനുള്ള പൂതിയില്ലേ നിങ്ങൾക്ക്? ഒന്ന് കൊരക്കാൻ. പണ്ട് റഷ്യയിൽ നിന്നൊരു നായ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ നിന്നൊരു നായ റഷ്യയിലേക്ക് പോവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കാലാണ് റഷ്യ. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇന്ത്യയിലേക്ക് വരുന്ന റഷ്യൻ നായ നല്ല തടിച്ചു കൊടുത്ത നായയാണ്. ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് പോകുന്ന നായ വയറൊക്കെ ഒട്ടി എല്ലും കോലുമായതാണ്. അപ്പം റഷ്യൻ നായ ചോദിച്ചു, നീ എവിടേക്ക് എങ്ങോട്ട് പോണത്? അവൻ പറഞ്ഞു, എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തിന്നാൻ പോവാണ്. അപ്പം നായ എങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നീ നല്ല കുശലും തട്ടിയൊക്കെ ഉണ്ടല്ലോ, നീ എന്തിനാ അപ്പം ഇന്ത്യക്ക് പോകുന്നത്? ഓൻ പറഞ്ഞു, ഒന്ന് കൊരക്കണ്ടേ, കൊരക്കാൻ പോവാണ്. നായൻ്റെ ജൈവ ഗുണം ഒന്ന് കൊരക്കലാണ്. എൻ്റെ ഡിവൈഎഫ്ഐക്കാരാ, നിങ്ങളൊരു പോരാട്ട സംഘടനയല്ലേ? എത്ര കൊല്ലായി ഒരു മുദ്രാവാക്യം ഉഷാറായിട്ട് വിളിച്ചിട്ട്? എന്താ നിങ്ങൾ ഈ അടുത്ത് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം എന്താ? നിങ്ങൾ സ്ത്രീധനം ഭയങ്കര തെറ്റാണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ 10 പവൻ 20 പവനൊക്കെ സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റാണ്. എൻ്റെ സഖാവേ, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വന്തം മരുമോന് പൊതുമരാമത്ത് സ്ത്രീധനമായി കൊടുത്ത ഒരു നേതാവിൻ്റെ പിറകില നിങ്ങൾ നിൽക്കുന്നത്. പൊതുമരാമത്ത് മാത്രമല്ല, പാർട്ടിയുടെ സെക്രട്ടറിയുടെ മെമ്പർ സ്ഥാനം സ്ത്രീധനം അതിനേക്കാൾ വലുതുണ്ടോ ഒരു ഡിവൈഎഫ്ഐക്കാരനെ സംബന്ധിച്ചിടത്തോളം? അത് അപ്പോഴാണ് ഈ 10 പവൻ കൊടുക്കുന്ന ആൾക്കാർക്കെതിരെ ഡിവൈഎഫ്ഐയുടെ സത്യപ്രതിജ്ഞ. മനസ്സിലാക്കണം. അതിനെതിരെയാണ് നിങ്ങൾ സ്വന്തം എന്താണ് നാട്ടിലെ ജനങ്ങളുടെ എന്തൊക്കെ ബടായി ആയിരുന്നോ എൻ്റെ മരുമോൻ്റെ ബടായി രാജ്യത്ത്. എന്തായാലും അവിടെ പോയി നോക്കുന്നു. വടകര TV-യിൽ ഒരു ദിവസം നമ്മളെ മീഡിയക്കാരുണ്ടല്ലോ, നരമ്പ് രോഗികളായ കുറേ മീഡിയ ആളുകൾ, ഇവർ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട്, ഓ അവിടെ ഒരു കള്ളുകുപ്പി കാണുന്നല്ലോ, 2 ആളെ സസ്പെൻഡ് ചെയ്തു. റെസ്റ്റ് ഹൗസിൻ്റെ ബേക്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് 2 കള്ളുകുപ്പി. അപ്പോൾ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ മീഡിയകൾ, എന്തൊരു ജാഗ്രതയാണ്, എന്തൊരു ഗംഭീര പൊതുമരാമത്ത് മന്ത്രിയാണ്. പാലം പൊളിയിൽ തുടങ്ങിയപ്പല്ലേ ഓരോ ആഴ്ചക്കൊന്നാണ്, വെള്ളിയാഴ്ച ഒന്ന്, ചൊവ്വാഴ്ച ഒന്ന്, ബുധനാഴ്ച ഒന്ന്, ഞായറാഴ്ച ഒന്ന് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ വർത്താനമില്ല. ഇതൊക്കെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ബടായിയൊക്കെ പ്രബുദ്ധമായ കേരളത്തിൽ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ക്യാമ്പസുകളിൽ മുഴുവൻ ഫീസ് വർദ്ധിപ്പിച്ചു. ഇതാ എന്താണ് നിങ്ങളുടെ MSF നേതാവ് ഉണ്ടല്ലോ, ചോദിച്ചു നോക്ക്. എല്ലാ ക്യാമ്പസിലും പിന്നെ ഭയങ്കര ഫീസ് വർദ്ധിപ്പിച്ചു. നജാഫും അതുപോലെ തന്നെ MSF-കാരൊക്കെ സമരം ചെയ്യുന്നത് ഞാൻ കണ്ടു. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഒരു SFI-കാരൻ, ഫീസ് വർദ്ധിപ്പിച്ചാൽ എന്ത്? ഫ്രീ സെക്സ് അല്ലേ നമ്മൾ പറയുന്നത്? അട്രാക്ഷൻ ഇല്ലെന്ന്. ഇപ്പം അവർ വരുന്ന ക്യാമ്പസിൽ ഫ്രീ സെക്സ് മതി. അപ്പം പിന്നെന്തിനാ ഫീസിനെ കുറിച്ച് ആലോചിക്കുന്നത്? എൻ്റെ സഖാക്കളെ, നിങ്ങളൊരു പൊരുതുന്ന സംഘടനയാണ്. നിങ്ങളുടെ സർഗശേഷിയെ മുഴുവൻ തകർക്കുകയാണ്, ഇല്ലാതാക്കുകയാണ്. എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ എല്ലാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തെരുവിൽ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും തുരങ്ക സൗഹൃദങ്ങളുണ്ട് കേരളത്തിൽ. തുരങ്ക സൗഹൃദങ്ങൾ ആരുമറിയാതെ ഇരുട്ടിന്റെ മറവിൽ തനിക്ക് വേണ്ടി മുദ്രാവാക്യം വിൽക്കുന്നവനെ പച്ചക്ക് വിൽക്കുന്ന രാഷ്ട്രീയമുണ്ട്. അതറിയണമെങ്കിൽ കേരളത്തിലെ മോദിയോട് നിങ്ങൾ ചോദിക്കുക. BJP-യെ നോക്കുകുത്തിയാക്കി RSS-ന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന
ഇന്നത്തെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കും, ആ തുരങ്ക സൗഹൃദങ്ങളെ അത് ജയിച്ചു കേരളം വരും. നിങ്ങൾ ഉറപ്പിച്ചോളൂ. മൻസൂറിന്റെ സഹപ്രവർത്തകരോട്, മൻസൂറിന്റെ കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, ഷുക്കൂറിന്റെ വേദനയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു ജനപ്രതിനിധിയായി കണ്ണൂരിൽ കാലുകുത്തുമ്പോ ആ പൊന്നുമോന്റെ മരണാനുബന്ധമായ അതിക്രമങ്ങളും കണ്ടവനാ ഞാൻ. എനിക്കറിയാം, ഇപ്പോഴും ഞങ്ങൾ പിറകിലുണ്ട്. അതാണ് ഇവിടെ മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഹമീദ് സാഹിബ് അടക്കമുള്ളവർ പറഞ്ഞത്. ഇതിന് ഈ നിയമത്തിന്റെ വഴിയിലുള്ള പോരാട്ടം എന്ന് മാത്രമല്ല, പ്രതിരോധത്തിന്റെ ഒരു വഴിയിലും വിശ്രമമില്ലാതെ 2 മാസമായി നിങ്ങൾ മൻസൂറിനെ ഓർക്കുകയാണ്. 2 മാസമല്ല, എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. ഒരു കനലായി എരിയണം. അത് ഈ നാട്ടിൽ നേരോടുകൂടി ജീവിക്കാൻ കഴിയുന്ന രാഷ്ട്രീയം ഉണ്ടാവണം. വിട്ടുകൊടുക്കാതെ പൊരുതി നിൽക്കണം. ഇത് മുസ്ലിം ലീഗാണ്. ഒരു ജനതക്ക് അസ്തിത്വവും വ്യക്തിത്വവും ഉണ്ടാക്കി കൊടുത്ത സംഘടനയാണ്. പുറത്ത് കാണുന്ന ആരവങ്ങൾക്കിടയിൽ ഇത് താഴേക്ക് പോകരുത്. ഡിവൈഎഫ്ഐക്കാരാ, നിങ്ങൾ ഈ അങ്ങാടിയില് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച്, ചോര ചിന്തിയവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച്, രക്തസാക്ഷികളെ ഓർമ്മിപ്പിച്ച് നിങ്ങൾ ഇവിടെ ഉയർത്തുന്ന ചുവന്ന പതാകയുണ്ടല്ലോ, അത് മുകളിലേക്ക് പോയി ആകാശത്തെത്തി വിടരുമ്പോൾ അതിന്റെ നിറം കാവിയായി പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഈ തെരുവിൽ നിന്ന് വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ ചോരയുടെ മണമുണ്ടാകും. പക്ഷെ മുകളിൽ ആ കൊടിയെത്തുമ്പോൾ അതിന്റെ നിറം കാവിയാണ്. താഴെ എത്തിയാൽ ചുവപ്പാണ്, മുകളിലെത്തിയാൽ കാവിയാണ്. കണ്ണിന്റെ കുഴപ്പമല്ല, മുകളിലുള്ളവന്റെ കുഴപ്പാണ്, നേതാവിന്റെ കുഴപ്പാണ്. പരിശോധിക്കുക. ഞാൻ പ്രവർത്തകരോട് പറയുന്നു, ഒരുപാട് കേസുകൾ. എത്ര കേസുകൾ കൊണ്ട് നിങ്ങളെ തളർത്താനാവും? നാം എഴുന്നേറ്റ് വന്നത് മൻസൂറിന്റെ കൊലപാതകത്തിലെ 4 കേസുകളിൽ നിന്നല്ല. 921 ഒരു ജനതയെ നിലം പരീക്ഷാക്കിയ, പൊടിപോലുമില്ല കണ്ടെടുക്കാൻ എന്ന് വിചാരിച്ചിരുന്ന പ്രതിരോധത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നാണ്. ഉയരെടുക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ മുന്നോട്ട് വരും. ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിൻബലത്തോടെ ഞങ്ങൾ മുന്നോട്ട് വരും. ഈ അക്രമകാരികൾക്കെതിരെ പൊരുതാനും ജയിക്കാനും ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ലോകം അവസാനിക്കില്ലെന്ന് എഴുതി വച്ചോളൂ സഖാക്കളെ. നിങ്ങളുടെ നെഞ്ചിൻ കൂട്ടിനകത്ത് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്.